കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പ്രചരണ രംഗത്ത് സജീവമായി. വിനയവും ലാളിത്യവും മുഖമുദ്രയായുള്ള ഇദ്ദേഹത്തിന് വൻ സ്വീകാര്യതയാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് മണ്ഡലം നിലനിർത്താൻ കരുത്തുറ്റ ജനകീയ നേതാവിനെ തന്നെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. CPI ദേശീയ കൗൺസിൽ അംഗവും BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയതോടെ ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങളില്ലാതെ വിജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് CPIയും ഒപ്പം LDFും. ദീർഘകാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സുപരിചിതനായ നേതാവ് കൂടിയാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ലാളിത്യവും വിനയവും മുഖമുദ്രയായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിനെക്കുറിച്ച് എതിരാളികൾക്ക് പോലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രായഭേദമന്യേയുള്ളവർക്ക് ഈ രാഷ്ട്രീയ നേതാവിനെ പ്രിയപ്പെട്ടവനാക്കുന്നതും പെരുമാറ്റത്തിലെ ഈ സവിശേഷത തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഏടുകളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാം. വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് നഗരസഭയും തീരമേഖലകളും കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രചരണം. ആത്മവിശ്വാസം അരക്കിട്ടുറപ്പിക്കാനുള്ള പ്രതികരണങ്ങളാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ പരസ്യ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുണ്ടായി. കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിവിധ പഞ്ചായത്തുകളിലും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റികളിലും ഇതിനകം വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടി പര്യടനം നടത്തുകയുണ്ടായി. ആ പര്യടനത്തിൽ പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ വലിയ പ്രകടനമാണ് കണ്ടുവരുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയും സഹായവുമാണ് ലഭിച്ചു വരുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ബാലവേദി യൂണിറ്റ് സെക്രട്ടറിയായാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തൻ്റെ സംഘടനാ യാത്ര ആരംഭിച്ചത്. തുടർന്ന് AISF, AIYF എന്നീ സംഘടനകളിൽ മണ്ഡലം തലം മുതൽ സംസ്ഥാന തലം വരെ നേതൃസ്ഥാനങ്ങൾ വഹിച്ചു. 1986 CPI അംഗമായത്. 1996 മുതൽ 8 വർഷക്കാലം ഹൊസ്ദുർഗ് മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായും 2011 മുതൽ 2022 വരെ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. സംഘടനാ രംഗത്ത് മാത്രമല്ല ഭരണരംഗത്തും ഇദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമുണ്ട്. 2000 മുതൽ 2005 വരെ അജനൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം പിന്നീട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുന്നണിയുടെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം തല തിരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ സംഭവിച്ചത് സമാനതകളില്ലാത്ത വികസന മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷത്തിൻ്റേത് രാഷ്ട്രീയ സ്ഥിരതയാണെങ്കിൽ വലതുപക്ഷത്തിൻ്റേത് രാഷ്ട്രീയ അസ്ഥിരതയാണ്. ഇടതുപക്ഷത്തിന്റെ വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വലതുപക്ഷത്തിൻ്റേത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. ഇതാണ് വ്യത്യാസം. ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന വികസനമില്ല. 1,10,000 കോടി രൂപയുടെ 1,10,000 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബിയിലൂടെ 1192 പദ്ധതികൾക്ക് വേണ്ടി പണം അനുവദിച്ച് നടപ്പാക്കുന്നത്. അതിനു പുറമെയാണ് സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ 1,00,000 കോടി, രണ്ടും ചേർന്നാൽ 2,00,000 കോടിയിലേറെ രൂപ വരുന്ന പദ്ധതികൾ ഏതാണ്ട് 2000-ഓളമാണ്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ, നേതാക്കളായ E ചന്ദ്രശേഖരൻ MLA, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, NCPS ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ, ISJD ജില്ലാ പ്രസിഡന്റ് PP രാജു, കേരള കോൺഗ്രസ് ബൈ ജില്ലാ പ്രസിഡന്റ് PT നന്ദകുമാർ, RJD ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, INL മണ്ഡലം സെക്രട്ടറി KC മുഹമ്മദ് കുഞ്ഞി, കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് കരുവളം, RSP ജില്ലാ സെക്രട്ടറി VK രമേശൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കൺവീനർ KV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.